അനൂപ്, ഈ അന്നേ ദിവസം ഈ ദുരന്തമുണ്ടായ ദിവസവും വയനാട്ടിൽ ഈ ചൂരൽമല ഉൾപ്പെടുന്ന മേഖലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. റെഡ് അലർട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. നിലവിൽ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയുണ്ട്? അവിടെയും മഴ വലിയ രീതിയിൽ കനക്കുന്നുണ്ടോ? വിവരങ്ങളുണ്ടോ? പുഞ്ചിരിമറ്റത്തല്ല ഉരുൾപൊട്ടൽ നടന്നത്. പുഞ്ചിരിമറ്റത്തിനും അട്ടമലയ്ക്കും മേലെ മുണ്ടയ്ക്കും മുകളിൽ മലനിരകളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അവിടെ നിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഉണ്ടായ മലവെള്ളപ്പാച്ചിലും കല്ലും അതുപോലെ തന്നെ കല്ലും കൂറ്റൻ പാറകളും എല്ലാം മലവെള്ളത്തോടൊപ്പം ഒലിച്ചു വന്ന് പതിച്ച സ്ഥലങ്ങളാണ് ഈ പുഞ്ചിരിമറ്റവും അട്ടമലയും അതോടൊപ്പം മേലെ മുണ്ടക്കയുമെല്ലാം. അവിടങ്ങളിൽ ആണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പ്രധാനമായും പുരോഗമിക്കുന്നത്. അവിടങ്ങളിൽ തന്നെ ഈ മഴയും ശക്തമാണ്. പ്രത്യേകിച്ച് അതിന് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവസ്ഥാനത്താണ് ശക്തമായ മഴയുടെ ദിവസങ്ങളായി ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നത്. അതാണ് ഈ മേഖലയിൽ ഇപ്പോൾ വെള്ളം ഉയരുന്നതിന് കാരണം. വെള്ളം പെട്ടെന്ന് ഈ പുഴയിൽ വർദ്ധിക്കുകയാണ് ചെയ്യാറ്. അതാണ് ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുകളിലേക്ക് പോയ രക്ഷാപ്രവർത്തകർക്ക് പെട്ടെന്ന് വെള്ളം കയറുന്ന മൂലം താഴേക്ക് ഇറങ്ങാനെല്ലാം ഉള്ളൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം നേരിട്ടത്. അത് ഈ വൈകുന്നേരവും അത്തരം സാഹചര്യം ആവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പാലം നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ താൽക്കാലിക പാലം ഈ വേലി പാലത്തോട് ചേർന്ന് സൈന്യം നിർമ്മിച്ച പാലമാണ്. ആ പാലത്തിലേക്ക് തന്നെ നേരത്തെ അതിന് താഴെയായിരുന്നു, ഒരുപാട് താഴെയായിരുന്നു വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഒരു പാലത്തിനെ തൊട്ട് ചേർന്നാണ് അത് ഒഴുകുന്നത്. അല്പം കൂടി വെള്ളം ഉയർന്നാൽ ഈ പാലത്തിലൂടെയുള്ള ഗതാഗതം അസാധ്യമാവും. അങ്ങനെ ഗതാഗതം എന്ന് പറയുന്നത് ഈ ആളുകൾ രക്ഷാപ്രവർത്തകർക്ക് പോയി വരാനും മറ്റുമുള്ള സൗകര്യം നഷ്ടമാവും. അപ്പോൾ അതൊരു പ്രതിസന്ധിയാവും. അങ്ങനെയെങ്കിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള പ്രതികൂലമായ ഒട്ടേറെ ഘടകങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. ശരി, അനൂപാണ് വയനാട്ടിൽ നിന്നുള്ള ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും വിവരങ്ങൾ സംബന്ധിച്ച് അനൂപാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെയിലി പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. വലിയ ഉരുൾപൊട്ടലിനെ തുടർന്ന് താഴേക്ക് പതിച്ച പടുകൂറ്റൻ പാറകൾ JCB ഉപയോഗിച്ച് നീക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ചൂരൽമലയിൽ മഴ കനക്കുകയാണ്. ദുരന്തമുണ്ടായ മുണ്ടക്കൈ, അതോടൊപ്പം തന്നെ അട്ടമല, പുഞ്ചിരിമട്ടം തുടങ്ങിയ മേഖലകളിലും മഴ ശക്തമാവുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ താൽക്കാലികമായി ഈ മഴ തടസ്സം സൃഷ്ടിച്ചതുകൊണ്ട് മുണ്ടക്കയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ ഇങ്ങേ കരയിലേക്ക് മാറ്റുന്നും ഉണ്ട്. പക്ഷേ എന്നാലും രക്ഷാപ്രവർത്തനം തുടരുക തന്നെ ചെയ്യും. മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ രാത്രിയുള്ള രക്ഷാപ്രവർത്തനം മാറ്റിവെക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഏതായാലും കരസേന ഇപ്പോഴും ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അതിദ്രുതം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴ കനക്കുന്നു, നീരൊഴുക്കിൻ്റെ ശക്തിയും കൂടിയിട്ടുണ്ട്. അത് തന്നെയാണ് വലിയൊരു ആശങ്കയും ഉയർത്തുന്നത്. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നതും അതുതന്നെയാണ്. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി വയനാട്ടിലെത്തിയത്. വയനാട്ടിലെത്തിയ ശേഷം ചൂരൽമല അദ്ദേഹം സന്ദർശിച്ചു. അല്പസമയത്തിനകം തന്നെ മേപ്പാടിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് അദ്ദേഹം സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.